വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ ഭാഗമായ കേരള ഫിനാൻഷ്യൽ കോഡ് ആൻഡ് കേരള ബഡ്ജറ്റ് മാനുവൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഭാഗമാണിത്. ഉപകാരപ്രദമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വിജയാശംസകൾ. ഓരോ ഉദ്യോഗസ്ഥനും ഓരോ ദിവസവും കളക്ട് ചെയ്യുന്ന തുക എന്നാണ് ട്രഷറിയിൽ അടയ്ക്കേണ്ടത്? ഉത്തരം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം. ഒരു ജില്ലയിൽ കളക്ട് ചെയ്യുന്ന റവന്യൂ ഏത് ട്രഷറിയിലാണ് അടയ്ക്കേണ്ടത്? ഉത്തരം റവന്യൂ കളക്ട് ചെയ്ത ജില്ലയിലെ ട്രഷറിയിൽ. റവന്യൂ കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ചുമതലയും ഉത്തരവാദിത്വവും വിശദമാക്കിയിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ ഏത്? ഉത്തരം ആർട്ടിക്കിൾ 6. ഡിപ്പാർട്ട്മെന്റൽ കൺട്രോളിംഗ് ഓഫീസറുടെ റവന്യൂ കളക്ഷനുമായി ബന്ധപ്പെട്ട ചുമതലകൾ. ഉത്തരം ഉദ്യോഗസ്ഥന്മാർ മുഖേന നടത്തുന്ന റവന്യൂ കളക്ഷന്റെ മേൽനോട്ടവും നിയന്ത്രണവും. ട്രഷറിയുടെ ദൂരക്കൂടുതൽ എന്ന കാരണത്താൽ ദിനംപ്രതി കളക്ട് ചെയ്യുന്ന തുക ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ മാസത്തിലൊരിക്കൽ ട്രഷറിയിൽ അടച്ചാൽ മതിയോ? ഉത്തരം പോരാ, ആഴ്ചതോറും അടക്കണം. ഡിപ്പാർട്ട്മെന്റിലെ റവന്യൂ വിവരങ്ങൾ ട്രഷറിയിൽ തയ്യാറാക്കിയിട്ടുള്ള കണക്കുകളിൽ നിന്നും ശേഖരിക്കാമോ? ഉത്തരം ശേഖരിക്കാൻ പാടില്ല. ഒരു ജില്ലയുടെ റവന്യൂ മറ്റൊരു ജില്ലയിൽ കളക്ട് ചെയ്താൽ ഏത് ട്രഷറിയിൽ അടയ്ക്കണം? ഉത്തരം തുക ലഭിച്ച ജില്ലയിലെ ട്രഷറിയിൽ അടയ്ക്കണം. ഡിപ്പാർട്ട്മെന്റിലെ കണക്കുകൾ സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത് എന്താണ്? ഉത്തരം ഡിപ്പാർട്ട്മെന്റ് കണക്കുകളും ട്രഷറി കണക്കുകളും തമ്മിൽ ഒത്തുനോക്കുന്നതിന്. വരവുകൾ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ ഒത്തുനോക്കി പൊരുത്തപ്പെടുത്തിയതിൻ്റെ സർട്ടിഫിക്കറ്റ് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? ഉത്തരം ധനകാര്യ വകുപ്പിന്. ഓരോ വർഷവും മാർച്ച് 31 തീയതി വെച്ചുള്ള വാർഷിക റീകൺസിലേഷൻ സർട്ടിഫിക്കറ്റ് ധനകാര്യ വകുപ്പിന് ആരാണ് അയച്ചു കൊടുക്കുന്നത്? ഉത്തരം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചീഫ് കൺട്രോളിംഗ് ഓഫീസർ. എല്ലാ ഡിപ്പാർട്ട്മെന്റ് തല നിയന്ത്രണ ഉദ്യോഗസ്ഥന്മാരും സ്ഥിരമായി തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കീഴുദ്യോഗസ്ഥർ കളക്ട് ചെയ്യുകയും ട്രഷറിയിൽ അടച്ചിട്ടുള്ളതുമായ തുകകൾ രജിസ്റ്ററുമായി ഒത്തുനോക്കി പൊരുത്തപ്പെടേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റേതല്ലാത്ത മറ്റു വകുപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളുടെ വാടക കൃത്യമായി ഈടാക്കിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തല ഓഫീസർക്ക്. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളുടെ പ്രതിമാസ വാടക ഈടാക്കിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം വനം വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റേത്. ഇൻസ്പെക്ഷൻ നടത്തുന്ന ഇൻസ്പെക്ടിംഗ് ഓഫീസർ രജിസ്റ്ററും രസീതിൻ്റെ കൗണ്ടർ ഫോയിലുകളും ചെല്ലാനുകളുമായി ഒത്തുനോക്കുകയും സർക്കാർ ജീവനക്കാരൻ്റെ കൈവശമുള്ള നീക്കിയിരിപ്പും പൊരുത്തപ്പെടുത്തേണ്ടതുമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ളതും പൂർണ്ണമായോ ഭാഗികമായോ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായി നൽകിയിട്ടുള്ള കെട്ടിടങ്ങളുടെ വാടക ഈടാക്കിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്ക്? ഉത്തരം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഡ്രോയിംഗ് ഓഫീസർ എല്ലാ മാസവും ഏത് തീയതിക്കകം ഫോം 1A പ്രതിമാസ സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കണം? ഉത്തരം 15-ാം തീയതിക്ക് മുൻപായി. ഒരു സർക്കാർ വക റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ വാടക പുതുക്കേണ്ടത് എപ്പോൾ? ഉത്തരം വേതനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഡിസ്പേഴ്സിംഗ് ഓഫീസർക്കോ ട്രഷറി ഓഫീസർക്കോ ബോധ്യപ്പെടുമ്പോൾ. സർക്കാർ വക കെട്ടിടത്തിൽ സർക്കാർ ജീവനക്കാരൻ താമസിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ വാടക പുതുക്കേണ്ടത് എപ്പോൾ?
ഉത്തരം താമസക്കാരനായ ജീവനക്കാരൻ്റെ വേതനം പുതുക്കുമ്പോൾ. സർക്കാർ വക കെട്ടിടത്തിൽ ഒരു സർക്കാർ ജീവനക്കാരൻ താമസിക്കവേ കെട്ടിടത്തിൻ്റെ വാടക ഭാഗികമായി ഉടനടി ഈടാക്കി എടുക്കേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിൽ? ഉത്തരം ജീവനക്കാരൻ റിട്ടയർമെൻറ്റ് നിമിത്തമോ സ്ഥലം മാറ്റം നിമിത്തമോ ഇടയ്ക്ക് താമസം മാറ്റി പോകുമ്പോൾ. വാടകയുടെ ഡിമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയതിനു താഴെ ട്രഷറി ഓഫീസർ ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ടത് എവിടെ? ഉത്തരം കോളം 6 എഴുതി പൂർത്തിയാക്കിയതിനു ശേഷം. ഈടാക്കി എടുക്കേണ്ടുന്ന വാടക സംബന്ധിച്ച് വാടകക്കാരൻ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്ന പക്ഷം ട്രഷറി ഓഫീസർ സ്വീകരിക്കുന്ന നടപടി എന്താണ്? ഉത്തരം ആക്ഷേപം ഡ്രോയിങ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. വാടക ഈടാക്കിയെടുക്കുന്നതിന് തന്മാസം ബാക്കിയില്ല എന്ന് കാണിക്കുന്ന ഡിമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ചാൽ ട്രഷറി ഓഫീസർ സ്വീകരിക്കുന്ന നടപടി. ഉത്തരം ഡ്രോയിങ് ഓഫീസർ മുമ്പ് തന്നിട്ടുള്ള ഡിമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള നിരക്ക് ഈടാക്കിയെടുക്കും. സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടം സർക്കാർ സർവീസിൽ ഉള്ളതല്ലാത്ത വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്താൽ സ്വീകരിക്കേണ്ടുന്ന നടപടി എന്ത്? ഉത്തരം കെട്ടിടത്തിൻ്റെ വാടക തിട്ടപ്പെടുത്തി വാടകക്കാരനിൽ നിന്നും മുൻകൂറായി തുക ഈടാക്കിയെടുത്തിരിക്കണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഒരു പെൻഷനർക്ക് വാടകയ്ക്ക് കൊടുത്താൽ എങ്ങനെ കണക്കാക്കാം? ഉത്തരം ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തതായി തന്നെ കണക്കാക്കണം. ഗവൺമെൻറ് ഉടമയിലുള്ള കെട്ടിടം ഒരു സ്വകാര്യ വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്താൽ പ്രതിമാസ വാടക എങ്ങനെ ഈടാക്കിയിരിക്കണം? ഉത്തരം മുൻകൂറായി ഈടാക്കിയിരിക്കണം. അനുയോജ്യമല്ലാത്ത സർക്കാർ കെട്ടിടങ്ങൾ ലഭ്യമല്ലാതെ വരുമ്പോൾ സർക്കാർ അനുവാദത്തോടെ പ്രൈവറ്റ് ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. പ്രസ്തുത കെട്ടിട വാടക കൊടുക്കുന്നതാര്? ഉത്തരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്. സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുള്ള സ്വകാര്യ കെട്ടിടത്തിൻ്റെ മുനിസിപ്പൽ ടാക്സ് കൊടുക്കേണ്ടത് ആരാണ്? ഉത്തരം കെട്ടിടത്തിൻ്റെ ഉടമ. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം ഒരു റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാരന് വാടകയ്ക്ക് നൽകിയാൽ വാടക എങ്ങനെ ഈടാക്കും? ഉത്തരം പ്രതിമാസ വാടക മുൻകൂറായി ഈടാക്കിയിരിക്കണം. സർക്കാർ ഓഫീസ് വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് കെട്ടിടത്തിൻ്റെ വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ടാക്സ് നിശ്ചയിക്കുകയും ചെയ്താൽ ടാക്സ് ആര് നൽകും? ഉത്തരം കെട്ടിടമുടമ. ഒരു പ്രൈവറ്റ് ബിൽഡിംഗ് ഭാഗികമായി ഓഫീസ് ഉപയോഗത്തിനും ഭാഗികമായി സ്വകാര്യ ആവശ്യത്തിനും ഉപയോഗിക്കുന്നതിൽ വാടക എപ്രകാരം നൽകും? ഉത്തരം സർക്കാരും സ്വകാര്യ താമസക്കാരനും ആനുപാതികമായി വാടക നൽകും. ഒരു പ്രൈവറ്റ് കെട്ടിടം പൂർണ്ണമായും ഓഫീസ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നാൽ വാടക ആര് കൊടുക്കണം? ഉത്തരം സർക്കാർ. ഒരു പ്രൈവറ്റ് കെട്ടിടം പൊതു ആവശ്യത്തിനായി വാടകയ്ക്ക് എടുക്കുന്നു. പ്രസ്തുത കെട്ടിടത്തിൻ്റെ 1/3 ഭാഗം ഓഫീസ് തലവൻ താമസിക്കുന്നുവെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ വാടക എങ്ങനെ കൊടുക്കണം? ഉത്തരം ആകെ കെട്ടിടത്തിൻ്റെ വാടകയുടെ 50% അധികരിച്ച് സർക്കാർ നൽകേണ്ടതില്ല. ഓഫീസ് കം റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടങ്ങളുടെ വാടകയെ എങ്ങനെ തരംതിരിക്കുന്നു? ഉത്തരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വരവിനത്തിൽ. ഒരു സർക്കാർ വക പ്രസിദ്ധീകരണത്തിൻ്റെ വിൽപ്പന വില നിശ്ചയിക്കുന്നത് എങ്ങനെ? ഉത്തരം വാങ്ങിയ വിലയുടെ 50% മുകളിൽ. സർക്കാർ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളിൽ കടമായി വിൽപ്പന നടത്തുന്ന ചില ഇനങ്ങൾ ഏത്? ഉത്തരം പാലും പാലുൽപ്പന്നങ്ങളും വളങ്ങളും. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലഭ്യമായ ചില സേവനങ്ങൾ. ഉത്തരം ഹയർ പർച്ചേസ്, എൻഡോഴ്സ്മെൻറ്റ്, ടൂറിസ്റ്റ് പെർമിറ്റ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മുതലായവ.
ഒരു സർക്കാർ സ്ഥാപനം പാൽ കടമായി വിൽപ്പന നടത്തുന്ന നടപടി ശരിയോ? ഉത്തരം ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന സർക്കാരിൽ നിന്നും ലഭ്യമാക്കേണ്ടുന്ന സേവനങ്ങളുടെ എസ്റ്റിമേറ്റ്സ് തുക എപ്രകാരം അടയ്ക്കണം? ഉത്തരം തുക മുൻകൂറായി അടയ്ക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടുന്ന തുകകൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ഉത്തരം ഗ്രാൻഡ് ഇൻ എയ്ഡിൽ അഡ്ജസ്റ്റ് ചെയ്യും. രജിസ്റ്റർ ഓഫ് സ്പെഷ്യൽ റിക്കവറീസ് ഓൺ മിസ്ലേനിയസ് എമൗണ്ട്സ് ടു ഡു ഗവൺമെൻറ് എന്ന രജിസ്റ്റർ എഴുതി സൂക്ഷിക്കുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. സർക്കാർ പ്രസിദ്ധീകരണങ്ങൾക്ക് വാങ്ങിയ വിലയിലും എത്ര ശതമാനം അധികരിച്ച് വിൽപ്പന വില നിശ്ചയിക്കും? ഉത്തരം 50% അധികരിച്ച്. അന്യസേവനത്തിന് നിയമിച്ചിട്ടുള്ള ജീവനക്കാരുടെ ലീവ് സാലറിയും പെൻഷൻ കോൺട്രിബ്യൂഷൻ്റെയും അടവ് കൃത്യമായി പരിശോധിച്ച് തിട്ടപ്പെടുത്തുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. നികുതിയുടെ റീഫണ്ടിന് എന്താവശ്യമാണ്? ഉത്തരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറുടെ അനുവാദം. നികുതിയുടെ റീഫണ്ടിന് ഇരട്ടിപ്പ് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉത്തരം നികുതി വരവിൻ്റെ അസൽ രേഖകളിൽ തിരികെ നൽകുമ്പോൾ രേഖപ്പെടുത്തലുകൾ നടത്തണം. എക്സ്ഗ്രേഷ്യ റീഫണ്ട് ചെയ്യുന്നതിന് തുക കണക്കിൽ വരവ് വെച്ച് എത്ര നാളുകൾക്കുള്ളിൽ റീഫണ്ടിന് അപേക്ഷ സമർപ്പിച്ചിരിക്കണം? ഇതിലേക്കായി പ്രത്യേകം നോട്ടീസ് ബന്ധപ്പെട്ട പാർട്ടികൾക്ക് അയച്ചില്ല എങ്കിൽ പരമാവധി സമയപരിധി എത്രയാണ്? ഉത്തരം തുക കണക്കിൽ വരവ് വെച്ച് 1 വർഷത്തിനുള്ളിൽ. എക്സ്ഗ്രേഷ്യ റീഫണ്ട് ചെയ്യുന്നതിനായി ലഭിച്ച അപേക്ഷ എത്ര മാസം കഴിഞ്ഞാണ് ലഭിക്കുന്നതെങ്കിൽ പരിഗണിക്കേണ്ടതില്ലാത്തത്? ഉത്തരം 12 മാസം കഴിഞ്ഞ്. എക്സ്ഗ്രേഷ്യ റീഫണ്ട് ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിക്കുന്നതിനാവശ്യപ്പെട്ടുകൊണ്ട് അയച്ച നോട്ടീസ് കൈപ്പറ്റി എത്ര മാസം കഴിഞ്ഞ് ലഭിക്കുന്ന അപേക്ഷ പരിഗണിക്കേണ്ടതില്ല? ഉത്തരം 3 മാസം കഴിഞ്ഞ്. എക്സ്ഗ്രേഷ്യ റീഫണ്ടിനുള്ള സമയപരിധി കുറയ്ക്കുന്നതിന് സാധ്യമാണോ? ഉത്തരം ചില പ്രത്യേക റീഫണ്ടുകൾക്ക് കുറഞ്ഞ സമയപരിധി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ബന്ധപ്പെട്ട അധികാരികൾക്കുള്ളതാണ്. നികുതിയുടെ റീഫണ്ടിന് ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം കാലപരിധി ഉണ്ടോ? ഉത്തരം നിയമാനുസരണം റീഫണ്ടിന് യോഗ്യതയുണ്ടെങ്കിൽ ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം സമയപരിധി ഇല്ല. രോഗികളിൽ നിന്നും അധികമായി ഈടാക്കിയ ഹോസ്പിറ്റൽ സ്റ്റോപ്പേജുകൾ റീഫണ്ട് ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം ഹോസ്പിറ്റലിന് അനുവദിച്ചിട്ടുള്ള പെർമനന്റ് അഡ്വാൻസിൽ നിന്ന്. നികുതി ഇളവ് അനുവദിക്കുക എന്നാൽ എന്ത്? ഉത്തരം നികുതി ഈടാക്കി എടുക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കെ അവയൊന്നും അവലംബിക്കാതെ കുറവ് ചെയ്തു കൊടുക്കുന്ന നടപടിയാണ്. റവന്യൂ ക്ലെയിമുകൾ ഈടാക്കിയെടുക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കാതെ തന്നെ കുറവ് ചെയ്തു കൊടുക്കുന്ന നടപടി. ഉത്തരം റെമിഷൻ അല്ലെങ്കിൽ ഇളവ്. കോടതി നടപടികളുടെ പ്രോസസ് ഫീസ് ലിമിറ്റേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുമോ? ഉത്തരം ഇല്ല. റവന്യൂ ക്ലെയിമുകളുടെ ഉപേക്ഷിക്കലിനെ എന്തു പറയുന്നു? ഉത്തരം നികുതി ഇളവ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർഷം നികുതി ഇളവ് അനുവദിച്ചു കൊടുത്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത വർഷം ഏത് തീയതിക്ക് മുൻപായി അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കണം? ഉത്തരം ജൂൺ മാസം 1-ാം തീയതിക്ക് മുൻപായി. നികുതി ഇളവ് ചെയ്തു കൊടുക്കുക എന്നാൽ എന്ത്? ഉത്തരം തിരികെ ഈടാക്കിയെടുക്കേണ്ടുന്ന നികുതികൾ അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കാതെ എഴുതിത്തള്ളുന്ന നടപടി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഡ്യൂട്ടികൾ എന്ത്? ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ്, നിയമസഭയുള്ള യൂണിയൻ ടെറിട്ടറികൾ എന്നിവകൾക്ക് കൊടുക്കാനുള്ള റെസീപ്റ്റുകൾ എന്നിവ ഓഡിറ്റ് ചെയ്യുക.
തിരികെ ഈടാക്കിയെടുക്കേണ്ടുന്ന നികുതികൾ അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കാതെ എഴുതിത്തള്ളുന്ന നടപടി. ഉത്തരം നികുതി ഇളവ്. ഒരു സാമ്പത്തിക വർഷത്തിൽ നികുതി ഇളവ് അനുവദിച്ചു കൊടുത്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തലവന്മാർ, അക്കൗണ്ടന്റ് ജനറൽ എന്നിവർക്ക് സമർപ്പിക്കേണ്ടുന്ന സമയപരിധി. ഉത്തരം അടുത്ത സാമ്പത്തിക വർഷത്തിലെ ജൂൺ മാസം 1-ാം തീയതി. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.